അവിടെ താഴെ ചുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. നോക്കി എല്ലാവരും വണ്ടി കുത്തിക്കയറ്റാൻ നോക്കുകയാണ്. ഒരു ദിവസം 150 ലിറ്റർ ചായ കുടിക്കുന്ന വ്യക്തിയാണ് താണ്ടെ ആയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ണൂർ ടൗണിലെത്തി. മൊത്തം ബ്ലോക്കാണ്. ഇത് ഈ കാണുന്നതാണ് ഞങ്ങൾ വന്ന വണ്ടി. കൺസ്യൂമർ സ്റ്റോർ ഫ്രീഡം ഫുഡ് 60 കൊടുക്കുന്നുണ്ടോ? ഒരു 10 രൂപ 60 നമ്മൾ വാങ്ങിയത് ഇത് എത്രയാടാ? 30 രൂപ. എന്തേലും വിലയൊക്കെ എന്ത്? 30 രൂപ. ആണോ? എവിടെ ഓയിലില്ല? ഇല്ല, ഓയിലൊന്നുമില്ല. ഈ കാണുന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾഭാഗം. ഇതാണ് നമ്മൾ അവിടുന്ന് മേടിച്ച ഫുഡ്. ഫ്രീഡം ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞത്. ജയിൽ ഫുഡ്. ഈ ഒരെണ്ണത്തിന് എത്രയാണ്? ഒരെണ്ണത്തിന് 20 രൂപയാണ്. ഇവിടെ കാണാം. രണ്ടെണ്ണത്തിന് 40 രൂപ. ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അഭിപ്രായം പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഞങ്ങൾ കുക്കിങ്ങിന് വേണ്ടി പോവാണ്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. കുക്കിങ്ങിൻ്റെ വെള്ളം, പിന്നെ പച്ചമുളക്, മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബാക്കി സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഡ്രൈവർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി മൊത്തം കാണിക്കാം. വേണ്ടേ? ഇതാട്ടോ മൊത്തം വണ്ടി. അപ്പോൾ നമ്മുടെ ഈ ലോഡ് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോഡ് പോകുന്നത് പൂനെയിലോട്ടാണ്. ഇതിനകത്തുള്ളത് പലകയാണ്. അപ്പം നമ്മുടെ ലോഡുമായിട്ടുള്ള യാത്ര ഇന്നലെ വൈകിട്ട് ആരംഭിച്ചതാണ്. അല്ലേ? ജടലി എടുക്കുന്നതുകൊണ്ട് മാത്രം പാത്രം കഴുകുന്ന ജോജി. ഇതാണ് നമ്മുടെയൊക്കെ ലൈഫ്. അതെ. കറിയൊക്കെ വെച്ച് കഞ്ഞിയൊക്കെ വെച്ച് ഞങ്ങൾ നല്ല സന്തോഷമായിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് ആസ്വദിക്കുന്നത്. ട്രിപ്പല്ല, ജോലി. പൂനെക്ക് ഞങ്ങൾ മീൻകറി വെക്കാൻ പോവുകയാണ്. മീൻകറിക്ക ബച്ച്.
കൊല്ലു ഇന്ന് നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. നമ്മൾ 2 ഐറ്റങ്ങൾ അതിൻ്റെ അകത്ത് ഇടുന്നത്. കാരണം കറി കേടാതിരിക്കാനും 2-3 ദിവസം ഓടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. കറി കണ്ട് നോക്കേ, നൈസ് ഒരു തട്ടിക്കൂട്ട് കറിയാണ് ഞങ്ങൾ ഇവിടെ സെറ്റാക്കുന്നത്. മീൻ കറി ജയിലിൽ നിന്ന് മേടിച്ച ഒത്തിരി ഉണ്ട് മീന്. അപ്പല്ല രാഹുലേട്ട രാത്രിയായി, ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട്. ഒരു ശകലം കുറവുണ്ട്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിനു ശേഷം വീണ്ടും ശ്രമിക്കുക. आप जिस व्यक्ति को कॉल कर रही है वह उत्तर नहीं दे रही है. कृपया कुछ समय पश्चात प्रयास करें. The person you are calling അക്കൗണ്ടിൽ പൈസ ഇറങ്ങുണ്ടോ? നമ്മൾ ഈ ടോയ്ലറ്റിലാണ് പോയത്. കർണാടകത്തിലെ ഏതോ ഒരു സ്ഥലത്താണ്. ആ ടയറേർ എന്തോ ഒരു സാധനം കൊണ്ടുകയറിയിരിക്കുന്നതാണ്. ആണിയാന്ന് തോന്നുന്നു. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കല്ലും കയറിയിട്ടുണ്ട്. ഞാൻ കുറേ നോക്കി, അത് എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചില്ല. വേറെ പൊടില് വല്ലതും ഉണ്ടോ? ഗോവയും ലെഫ്റ്റ് നമ്മുടെ മംഗലാപുരം പാലം കിട്ടും ഫ്ലൈ ഓവർ. ഇനിയിപ്പോൾ നേരെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മൾ നേരെ കുപ്പിളി റോഡ്. ആണോ? കുപ്പിളി നല്ല റോഡാണ് ഇന്നലെ. ആ ഇവിടുത്തെ ഒരു സ്കൂളാണ്, LP സ്കൂളാണെന്ന് തോന്നുന്നു. നല്ല ഉണങ്ങി കരിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് ഇതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മളിപ്പം പോകുന്നത് സ്റ്റേറ്റ് ഹൈവേ 143 കൂടെയാണ്. കൊച്ചുകാട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികൾ. അതെ,
കൊച്ചുകാട് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഒരു തലമുറയാണ്. അധികം ആൾതാമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഉണ്ട്, പക്ഷേ വളരെ കുറവാണ് കടകളോ അങ്ങനെയൊക്കെ. കൂടുതലും കൃഷി സ്ഥലങ്ങളാണ്. ഇവിടത്തെയൊക്കെ വീടുകൾ കണ്ടോ, നമ്മുടെ കേരളത്തെ പഴയ കാലത്തുള്ള കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വീടുകളാണ്. ഓടുമേഞ്ഞ നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഞാൻ ആകെ ഇവിടെ കുടിച്ചോണ്ടിരുന്നേ. ഇവിടെ കുടിക്കണോ? വേണ്ട, അതെവിടെ ആൾക്കാരുടെ അകത്ത്. എണ്ണിക്കാട് കൊഞ്ചം ഏർ വിളിക്കും നാട്. അതാണ് കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കയറിപ്പോകുന്ന വഴിയാണ്. എല്ലാപ്പൂര് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് പോയിട്ട് റോഡ് സൈഡിൽ തന്നെ കേട്ടോ നമ്മൾ കുളിക്കുന്നത്. ഇത് മെയിൻ റോഡ്. നമ്മൾ അലക്കിയത് ഇഷ്ടം പോലെ ലോഡ് കിടക്കുന്നു. ആ പേടിച്ചു പോയല്ലോ. अभी मैं हुबली आई हूँ. हुबली कितना मुझे देखना है. ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്തതാണ്. അല്ലേ? അപ്പോൾ അളവിൻ്റെ അവിടെ വെച്ചില്ലേ? കൃഷിത്തോട്ടങ്ങളല്ലേ? ഇതൊക്കെ നട്ടു നമുക്ക് എന്താ അല്ലേ? അങ്ങനെ നമ്മൾ ഒരു ഇട റോഡിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ മുംബൈ ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ. ഡ്രൈവർ മൾബർ വണ്ടി ഓടിക്കുമ്പോൾ സെറ്റ് വലിക്കുന്ന ഡ്രൈവർ. ഇത്രയും ദൂരമൊക്കെ പിന്നെ പര്യായം നമുക്ക് പോകാൻ പറ്റൂലേ? അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വഴിയാണ് നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് ഓടിയെത്തും അല്ലേ? ഇത് നമ്മളിനി ഓടിയെത്തും. നമുക്ക് ഈ ചെറിയ വഴിയൊന്നുമില്ല. കയറി ഇടവഴിയെല്ലാം വിട്ട് അയ്യാണ്ട് കയറി ഈ വഴി ഓടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറി. പിന്നെ ഇതുപോലെ വഴി കാരണം സർവീസ് റോഡ് കട്ട് ചെയ്യണം, അതൊക്കെ ഉള്ളൂ. ബാക്കി അത്യാവശ്യം വഴിയല്ല നല്ല.
കേരളം അല്ലേ ഏറ്റവും മോശം റോഡുണ്ടോ? കേരളത്തില് ഒന്നും ചിന്തിക്കാൻ അറിയില്ല. ഇവിടുത്തെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ 10 നിലയാണ്. ഞാൻ ആദ്യം ഓടിക്കൊണ്ടിരുന്നില്ലേ, അപ്പം അവിടെ ഫ്ലൈ ഓവർ പണി ഉണ്ടായിരുന്നു. അത് നല്ല കയറ്റം ഇങ്ങോട്ട് വരുമ്പോ അത് ഫ്ലൈ ഓവർ ആക്കി കയറ്റം കുറച്ചു 2 വർഷം കൊണ്ടാകുമായിരുന്നു. നല്ല വികസനമാണ് കേരളത്തിലുണ്ട്. കേരളത്തിനുണ്ടല്ലോ 5 മാത്രം അറിയുള്ളൂ. സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് പോലും ഇല്ല. ഈ സ്വന്തമായിട്ടൊരു ഷോറൂം പോലും ഇല്ല ഈ വലിയ വണ്ടിയുടെ. അതിൽ ഇവിടുന്ന് കൊണ്ടുവരുന്ന വണ്ടിയാണ് അവിടെ മൊത്തം. മാനുഫാക്ചറിങ് മൊത്തം മൂലയാണ് പോകുന്നത്. നമ്മുടെ ഈ വണ്ടി വരെ, ഈ വണ്ടിയുടെ കേസ് വരെ എല്ലാം രാവിലെ വരണം കൂടെ. ഈ ചില തമിഴ്നാട്ടിലുണ്ട് ഇതുപോലെ അല്ലേ? അപ്പുറത്തെ ഇപ്പുറത്ത് പുളി ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും. കേരളത്തിലില്ല അങ്ങനെ. കേരളത്തിൽ അവിടെ കണ്ടാവും. നേരത്തെ ഹൈവേ അതിങ്ങോട്ടുള്ള വഴിയല്ലേ? ഇങ്ങോട്ട് നമ്മളതിന്റെ കൂടെ തീ പിടിച്ചതാണോ അതോ തീയിട്ടതാണോ എന്നറിയത്തില്ല. കുറേ നേരമായി നമ്മളെ അസ്തമയ സൂര്യൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. രാവിലെ തന്നെ നേരം വെളുത്തു. ഭഗവാനെ ഇന്നും രാവിലെ നേരം വെളുത്തല്ലോ. നമ്മൾ രാവിലെ ഏതോ ഒരു 5 പേര് ഇല്ല, അതെനിക്കറിയാലോ. ഇതിനകത്ത് കുറെ പെഡൽ ബോട്ടുകൾ കിടപ്പുണ്ട്. അതിൻ്റെ തീരത്തായിട്ട് ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. ഒരു റിസോർട്ടുണ്ട്. എല്ലാവരും രാവിലെ എങ്ങോട്ടോ പോകാനുള്ള തിരക്കിലാണ്. ടണൽ പക്കത്തിലുള്ള ടണല് കഴിഞ്ഞ് നേരെ വരുന്നത് ഒരു 2 മലകൾ കീറി ഉണ്ടാക്കിയ ഒരു റൂട്ടിലാണ് വണ്ടിക്കൊക്കെ പറ്റി. LMV LCV 60 ഒരാൾ ഡ്രോൺ പറന്നു. ഭയങ്കര എടുത്തുകൊണ്ട് എല്ലാം വിട്ടു പോകത്തില്ല. അത് കാറ്റ് ഇത്യാണ് അതിന്റെ കൂട്ടുകാരനെ പറഞ്ഞത്. വീടി പോകുമ്പോ ഞങ്ങൾ വീടി കാണിക്കും ഇതിലേക്കൂടെ. ഇവിടെ നോക്കുമ്പോൾ അപ്പുറത്തെ മലയിലൊക്കെ കുറച്ച് കെട്ടിടങ്ങൾ കാണാം. അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്. ഒരു വലിയ പാറമട. വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഇതേപടി 24 19 നോക്കിയേ
നോക്കി. പൈപ്പൊക്കെ ഉണ്ട്, വെള്ളം കൊണ്ടുപോകാതായിരിക്കുമല്ലേ. പിന്നെ ആ മരത്തേലും കൂടിയാണ് താഴെ പോലെ കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. മുംബൈയിലെ പൂനെയിലെ അമ്പലച്ചുംബികളാണ് ഈ കാണുന്നത്. തിരക്കേറിയ ജീവിതത്തിലോട്ട് എല്ലാവരും രാവിലെ എന്താണ് ഭുഗോൻ ബവദൻ പാഷൻ ഒക്കെ ശരിയാണോന്ന് അറിയത്തില്ല. ഇത്രയും നേരമായിട്ട് കടയൊന്നും പോകണമായിട്ടില്ല. ഓഡിറ്റോറിയമാണ് തോന്നുന്നല്ലേ, ഭംഗിയുള്ളൊരു ഓഡിറ്റോറിയം. പുള്ളിക്ക് ചാക്ക് വേണ്ട, ജീവൻ മതി എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ലോഡ് ഇറക്കി. ഇനി രണ്ടാമത്തെ സ്ഥലത്തോട്ട് ഞങ്ങൾ പോവാണ്. സെക്കൻഡ് ഡെലിവറി. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 6 കിലോമീറ്റർ ഓടിയാണ്. അപ്പം 6 കിലോമീറ്ററോട് കൂടി കൊസടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെക്കൻഡ് ലോഡ് ഇറക്കുന്നത്. പൂനെ തന്നെ ഉൾപ്പെടുന്ന ഒരു സംഭവങ്ങളാണ്, സ്ഥലങ്ങളാണ്. നമ്മുടെ കോട്ടയത്ത് മുണ്ടക്കൈ, കാഞ്ഞിരപ്പള്ളി, പാല അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന പോലെ തന്നെ കോസരി, പൂനെയില് മരങ്ങളൊക്കെ നട്ട് വളർത്തി വളരെ മനോഹരമായിട്ടാണ് വെച്ചേക്കുന്നത്. മരങ്ങൾ സൈഡിലൊക്കെ ഓരോരോ കടകള്, ഇഷ്ടംപോലെ തണലുണ്ട്.